Lemma 9.10.4. Let G be a non-planar connected graph that contains no subdivision of K5 or K33 and has as few edges as possible. Then G is simple and 3 connected. G ഒരു നോൺ പ്ലാനാർ കണക്റ്റഡ് ഗ്രാഫാണ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് നോ സബ്ഡിവിഷൻ ഓഫ് K5 ഓർ K33 ആൻഡ് ഹാസ് ആസ് ഫ്യൂ എഡ്ജസ് ആസ് പോസിബിൾ. അത് പറയണത് ജീൻ്റെ മിനിമാലിറ്റീനെയാണ്. ആൻഡ് ഹാസ് ആസ് ഫ്യൂ എഡ്ജസ് ആസ് പോസിബിൾ എന്ന് പറയുന്നത് ജീൻ്റെ മിനിമാലിറ്റി കാണിക്കാനാണ്. ദെൻ ജി ഈസ് സിമ്പിൾ ആൻഡ് 3 കണക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ ജി സിമ്പിളാണ് 3 കണക്റ്റഡ് ആണെന്നാണ് കാണിക്കേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ജി ഒരു നോൺ പ്ലാനാർ കണക്റ്റഡ് ഗ്രാഫാണ്. K5ൻ്റെയോ K33യുടെയോ സബ് ഡിവിഷൻസ് ഒന്നും ജിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജി സിമ്പിളാണ് ആൻഡ് 3 കണക്റ്റഡ് ആണ്. പ്രൂഫ് നമുക്ക് ജി നോൺ പ്ലാനാറാന്ന് തന്നിട്ടുണ്ട്, കണക്റ്റഡ് ആന്ന് തന്നിട്ടുണ്ട്, ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് നോ സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33 തന്നിട്ടുണ്ട്. ദെൻ ജി ഈസ് ക്ലിയർലി എ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ്. K5ൻ്റെയും K33യുടെയും സബ് ഡിവിഷൻസ് ഒന്നും ജീനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ഗ്രാഫുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മിനിമൽ നോൺ പ്ലാനാറായിട്ട് വരുന്നത് K5 ആണ്. K4 വരെയുള്ളത് പ്ലാനാർ ഗ്രാഫുകളാണ്. അതേപോലെ K33 പറയുന്നത് ബൈപാർട്ടേറ്റ് ഗ്രാഫാണ്. അത് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫാണ് K33. ബൈപാർട്ടേറ്റ് ഗ്രാഫുകളുടെ കേസ് എടുക്കുമ്പോഴും അതിനകത്ത് മിനിമൽ നോൺ പ്ലാനാറായിട്ട് വരുന്നത് K33 ആണ്. K22 പ്ലാനാറാണ്, K23, K32 അതൊക്കെ പ്ലാനാറാണ്. K33 ആണ് മിനിമൽ നോൺ പ്ലാനാറായിട്ട് വരുന്നത് ബൈപാർട്ടേറ്റ് ഗ്രാഫുകളുടെ കേസിൽ. അപ്പോൾ അത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്നില്ല, അതിൻ്റെ സബ് ഡിവിഷൻസ് ഒന്നും ജിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അപ്പോൾ ജീനകത്ത് പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ നോൺ പ്ലാനാർ ഗ്രാഫുകളൊന്നും ഇല്ല. അതുകൊണ്ട് ജി മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്. ആൻഡ് ദെർഫോർ മസ്റ്റ് ബി എ സിമ്പിൾ ബ്ലോക്ക്. അത് എക്സസൈസ് 9.2.1 ബി പാർട്ട്. എക്സസൈസ് 9.2.1 പറയുന്ന രണ്ടെണ്ണം. ആദ്യത്തത് എ ഗ്രാഫ് ഈസ് പ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ബ്ലോക്ക് ഈസ് പ്ലാനാർ. ഒരു ഗ്രാഫ് പ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ ഈച്ച് ഓഫ് ഇറ്റ്സ് ബ്ലോക്ക് ഈസ് പ്ലാനാർ. അതിൻ്റെ ഓരോ ബ്ലോക്കുകൾ കൺസിഡർ ചെയ്താലും ഓരോന്നും പ്ലാനാർ ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. ബി പാർട്ട് പറയുന്നത് എ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ് ഈസ് എ സിമ്പിൾ ബ്ലോക്ക്. മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ് ഈസ് സിമ്പിൾ. ഒരു നോൺ പ്ലാനാർ ഗ്രാഫ്, മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ്, ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സിമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലോക്ക് ഓൾസോ. ഇനിയിപ്പോൾ ബ്ലോക്ക് അല്ലെങ്കിലോ? ബ്ലോക്ക് അല്ല എന്ന് വെച്ചാൽ ആ ഗ്രാഫ് ബ്ലോക്ക് അല്ല, മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്, അതൊരു ബ്ലോക്ക് അല്ല. ആൻഡ് അത് ഒരു യൂണിയൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 ബ്ലോക്സ് ആണെന്ന് വിചാരിക്കുക. നോൺ പ്ലാനാർ ആണ്, മിനിമൽ ആണ്, യൂണിയൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 ബ്ലോക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ പാർട്ട് വെച്ചിട്ട് എ ഗ്രാഫ് ഈസ് പ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ബ്ലോക്ക് ഈസ് പ്ലാനാർ ആണ്. അപ്പോൾ ഗ്രാഫ് ഇവിടെ പറയുന്നത് മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്. അപ്പം പ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ ഓരോ ബ്ലോക്കും പ്ലാനാർ ആയിരിക്കും. പ്ലാനാർ അല്ലെങ്കിലോ? ഗ്രാഫ് നോൺ പ്ലാനാർ ആണെങ്കിൽ നോൺ പ്ലാനാർ ആയിട്ടുള്ള ഒരു ബ്ലോക്കെങ്കിലും ഉണ്ടായിരിക്കും. ഗ്രാഫ് നോൺ പ്ലാനാർ ആണെങ്കിൽ നോൺ പ്ലാനാർ ആയിട്ടുള്ള ഒരു ബ്ലോക്കെങ്കിലും അതിനുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്, അത് ബ്ലോക്ക് അല്ലാന്നെടുത്തു, യൂണിയൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 ബ്ലോക്സ് ആണെന്നെടുത്തു. അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലോക്ക് നോൺ പ്ലാനാർ ആയിരിക്കും. ആൻഡ് ആ ബ്ലോക്ക് ഈ ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫ് കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ഈ ഗ്രാഫ് നോൺ പ്ലാനാർ മിനിമൽ ഗ്രാഫിന് ഒരു നോൺ പ്ലാനാർ സബ് ഗ്രാഫ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മിനിമാലിറ്റീനെ അവിടെ കോൺട്രാഡിക്റ്റ് ചെയ്തു. അപ്പോൾ ആ ഗ്രാഫ് ബ്ലോക്ക് ആയേ പറ്റുള്ളൂ. ബ്ലോക്ക് അല്ല എന്നെടുത്തത് കൊണ്ടാണ് കോൺട്രാഡിക്ഷൻ കിട്ടിയത്. അപ്പോൾ എ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ് ഈസ് എ സിമ്പിൾ ബ്ലോക്കാന്ന് കിട്ടി. അതായത് ഇവിടെ ജി ക്ലിയർലി എ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണെന്ന് കിട്ടി. അപ്പോൾ ഈ എക്സസൈസ് 9.2.1
വെച്ചിട്ട് ജി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ബ്ലോക്കാന്ന് കിട്ടി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ബ്ലോക്ക് എന്ന് പറയുന്നത് മാക്സിമൽ സബ് ഗ്രാഫ് വിച്ച് ഹാസ് നോ കട്ട് വെർട്ടെക്സ്. കട്ട് വെർട്ടെക്സ് ഇല്ലാത്ത മാക്സിമം സബ് ഗ്രാഫിനെയാണ് ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ ജി എന്ന് പറയുന്നത് ഇവിടെ സിമ്പിളാണ്, ബ്ലോക്കാണ്. ദാറ്റ് മീൻസ് ജി ഈസ് സിമ്പിൾ ആൻഡ് ജി ഹാസ് നോ കട്ട് വെർട്ടെക്സ്. ജി സിമ്പിളാന്ന് കിട്ടി, ജി എന്ന് പറയുന്ന ഗ്രാഫിന് കട്ട് വെർട്ടെക്സ് ഇല്ല എന്നും കിട്ടി. അപ്പോൾ നമുക്കിവിടെ കാണിക്കേണ്ടത് ജി സിമ്പിൾ ആൻഡ് 3 കണക്റ്റഡ് എന്നാണ്. അതിന് സിമ്പിൾ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി 3 കണക്റ്റഡ് ആണെന്ന് കാണിക്കണം. അതിനു വേണ്ടി അസ്യൂം ദാറ്റ് ജി ഈസ് നോട്ട് 3 കണക്റ്റഡ്. 3 കണക്റ്റഡ് അല്ല എന്ന് എടുത്തു. 3 കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആക്കാൻ വേണ്ടി 3 അതിൽ കൂടുതലോ വെർട്ടിസസുകൾ റിമൂവ് ചെയ്യണം. 3 കണക്റ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് കളഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും, 2 വെർട്ടിസസ് കളഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. പക്ഷേ ഇവിടെ എന്താ, ജി ഹാസ് നോ കട്ട് വെർട്ടെക്സ് എന്ന് കിട്ടി. അപ്പോൾ ഒരു സിംഗിൾ വെർട്ടെക്സ് കളഞ്ഞാൽ ജി എന്ന് പറയുന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു, ഒരു 2 വെർട്ടെക്സ് കട്ട് എടുക്കുന്നു. Assume that G is not 3 connected, that is by removing a single vertex or 2 vertices the graph will be disconnected. But we have G has no cut vertex, therefore let U V be 2 vertex cut. By removing U and V we get H1 and H2. And the lemma 9.10.3ക്ക് മുകളിൽ ഒരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. H1ൻ്റെയും H2ൻ്റെയും കൺസ്ട്രക്ഷൻ എന്താണ്, യുവും വിയും എന്താ വെർട്ടെക്സ് കട്ടാണ്. അപ്പം അത് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ജി എന്ന് പറയുന്ന ഗ്രാഫ് 2 കമ്പോണൻ്റ് ആയിട്ട് കിടക്കും, ഡിസ്കണക്റ്റഡ് ആവും. G1 എന്നും G2 എന്ന് പറഞ്ഞിട്ടുള്ള 2 കമ്പോണൻസ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ എഡ്ജ് യുവിനെയും വിനെയും കണക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ H1ഉം H2ഉം കിട്ടും. അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ യുവും വിയും റിമൂവ് ചെയ്ത് കളയുമ്പോൾ H1ഉം H2ഉം കിട്ടും. ആൻഡ് ഓൾസോ അവിടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. എന്താ എപ്സിലോൺ അല്ല, എന്താ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് H1 is strictly less than number of edges of G എന്നും കൂടെ പറയുന്നുണ്ട്. ആൻഡ് ബൈ എന്താ ലെമ്മ 9.10.3 ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെമ്മ പറയുന്നത് ജി നോൺ പ്ലാനാർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഓഫ് H1 ആൻഡ് H2 ഈസ് ഓൾസോ നോൺ പ്ലാനാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ യുവും വിയും റിമൂവ് ചെയ്ത് കളയുമ്പോൾ G1ഉം G2ഉം കിട്ടി, കറസ്പോണ്ടിങ് ആയിട്ട് H1ഉം H2ഉം കിട്ടി. ദെൻ മുകളിലത്തെ ലെമ്മ വെച്ചിട്ട് എന്താ ജി നോൺ പ്ലാനാർ ആയ കാരണം ഇതിലേതെങ്കിലും ഒന്ന് നോൺ പ്ലാനാർ ആണെന്നും കിട്ടി. നമ്മൾ H1 ഇസ് നോൺ പ്ലാനാർ ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ഇറ്റ് ബി H1. ഓൾസോ വി ഹാവ് ഈ ഒരു കണ്ടീഷൻ, എന്താ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് H1 ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് G. ഇത് വെച്ചിട്ട് എന്താ ജി എന്ന് പറയുന്നത് മിനിമൽ നോൺ പ്ലാനാർ കണക്റ്റഡ് ഗ്രാഫാണ്. മിനിമൽ നോൺ പ്ലാനാർ കണക്റ്റഡ് ഗ്രാഫ്. H1 എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കിട്ടിയ ഗ്രാഫാണ് H1. അപ്പോൾ ജി മിനിമൽ ആയ കാരണം H1ൽ എന്തായാലും ഒരു സബ് ഗ്രാഫ് K ഉണ്ടായിരിക്കും, ആൻഡ് വിച്ച് ഇസ് എ സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33. ജി എന്ന് പറയുന്നത് നോൺ പ്ലാനാർ മിനിമൽ ഗ്രാഫാണ്, കണക്റ്റഡ് ഗ്രാഫാണ്, ആൻഡ് വിച്ച് കണ്ടെയ്ൻസ് നോ സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33. അങ്ങനെയുള്ള മിനിമൽ ഗ്രാഫാണ് ജി, മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ് ജി. H1 എന്ന് പറയുന്നത് നോൺ പ്ലാനാർ ആണ്. H1 എന്ന് പറയുന്നത് നോൺ പ്ലാനാർ ഗ്രാഫാണെന്ന് കിട്ടി. അപ്പോൾ ജീൻ്റെ മിനിമാലിറ്റി വെച്ചിട്ട് H1ൽ ഒരു സബ് ഗ്രാഫ് K ഉണ്ടായിരിക്കും, വിച്ച് ഇസ് എ സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33 നമുക്ക് കിട്ടും. അങ്ങനെ ഉണ്ടായേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീൻ്റെ മിനിമാലിറ്റീനെ അത് എന്താ
ജീൻ്റെ മിനിമാലിറ്റീനെ അത് എന്താ വയലേറ്റ് ചെയ്യുന്നു. ജീൻ്റെ മിനിമാലിറ്റി അപ്പോൾ അവിടെ ശരിയാവില്ല. അപ്പോൾ H1-ൽ അങ്ങനെ ഒരു സബ് ഗ്രാഫ് ഉണ്ടായേ പറ്റുള്ളൂ. എന്താണ് ആൻഡ് ഓൾസോ H1-ൽ നിന്ന് H1-ഉം ജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? H1-ൽ നിന്ന് E എന്ന് പറയുന്ന ഒരു സിംഗിൾ എഡ്ജ് പോയാൽ അത് ജീൻ്റെ H1-ൽ നിന്ന് E എന്ന് പറയുന്ന ഒരു സിംഗിൾ എഡ്ജ് എടുത്ത് കളഞ്ഞാൽ അത് ജീൻ്റെ ഒരു സബ് ഗ്രാഫായിട്ട് മാറും. ആൻഡ് ഓൾസോ ജി എന്ന് പറയുന്നത് മിനിമൽ നോൺ പ്ലാനർ ഗ്രാഫാണ് വിച്ച് കണ്ടെയ്ൻസ് നോ സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33. അപ്പോൾ H1-ൽ പിന്നെ K എന്ന് പറയുന്ന ഒരു സബ് ഗ്രാഫ് ഉണ്ടായേ പറ്റുള്ളൂ. ഈ K എന്ന് പറയുന്നത് സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33 ആണ്. അങ്ങനെയുള്ളൊരു സബ് ഗ്രാഫ് H1-ൽ ഉണ്ടായിരിക്കും. പക്ഷേ K എന്ന് പറയുന്നത് ജിയിൽ ഉണ്ടായിരിക്കില്ല. കാരണം എന്താ? ജി എന്ന് പറയുന്നത് മിനിമൽ നോൺ പ്ലാനർ ഗ്രാഫാണ് വിച്ച് കണ്ടെയ്ൻസ് നോ സബ് ഡിവിഷൻസ് ഓഫ് K5 ഓർ K33 ആണ്. അപ്പോൾ എന്തായാലും ജിനകത്ത് K ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ E ബിലോങ്സ് ടു K ആയിരിക്കും. E എന്ന് പറയുന്ന എഡ്ജ് ജിനകത്തില്ല. K എന്ന് പറയുന്ന സബ് ഗ്രാഫും ജീൻ്റെ അകത്തില്ല. അപ്പം E എന്ന് പറയുന്നത് Kയിലത്തെ ഒരു എഡ്ജാണ്. ഇനി ലെറ്റ് P ബി എ UV പാത്ത് ഇൻ H2 മൈനസ് E. H2 എന്ന് പറയുന്നത് H1 പോലെ വേറെ അതിൻ്റെ എന്താ അനദർ കമ്പോണൻറ്റ്. യുവും വിയും റിമൂവ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്ന G1 G2. അപ്പോൾ E എന്ന് പറയുന്ന ഒരു എഡ്ജ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് H1ഉം H2ഉം കിട്ടും. അതിൽ H1 ആണ് നമ്മൾ നോൺ പ്ലാനറായിട്ട് എടുത്തത്. ആൻഡ് അനദർ വൺ ഇസ് H2. H2 മൈനസ് E എന്ന് പറയുന്നതിൽ ഒരു UV പാത്താണ് P. അപ്പോൾ P എന്തായാലും ജിനകത്ത് ഉണ്ടായിരിക്കും. കാരണം P എന്ന് പറയുന്നത് H2 മൈനസ് Eയിലത്തെ UV പാത്താണ്. H2 മൈനസ് E എന്ന് പറയുന്നത് ജീൻ്റെ ഒരു സബ് ഗ്രാഫാണ്. ഈനെ റിമൂവ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് G2 തന്നെയാണ്. ഈ H2 മൈനസ് E. G2 എന്ന് പറയുന്നത് ജീൻ്റെ സബ് ഗ്രാഫാണ്. അതിനകത്തുള്ളൊരു UV പാത്താണ് P. അപ്പോൾ P എന്തായാലും ജിയിലത്തെ UV പാത്തായിരിക്കും. ദെൻ കൺസിഡർ K യൂണിയൻ P. K എന്ന് പറയുന്നത് എന്താണ്? സബ് ഗ്രാഫ് വിച്ച് കണ്ടെയ്ൻസ് സബ് ഗ്രാഫ് വിച്ച് ഇസ് സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33. അതാണ് K യൂണിയൻ P മൈനസ് E. കൺസിഡർ K യൂണിയൻ P മൈനസ് E വിച്ച് ഈസ് ഇൻ G. E എന്ന് പറയുന്ന ഒരു എഡ്ജിൻ്റെ ഡിഫറൻസ് മാത്രമേ ഈ പറയുന്ന H1 H2 ഒക്കെ ആയിട്ട് ജിക്കുള്ളൂ. അപ്പോൾ ഈ ജിയും കെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ എഡ്ജ് E ആണ്. അപ്പോൾ ആ E നമ്മൾ ഇവിടെ റിമൂവ് ചെയ്തു. അപ്പോൾ K യൂണിയൻ P മൈനസ് E എന്ന് പറയുന്ന ഗ്രാഫ് ജിനകത്ത് കണ്ടെയ്ൻ ചെയ്യും. ബട്ട് K യൂണിയൻ P മൈനസ് E എന്ന് പറയുന്ന ഗ്രാഫ് ഈസ് എ സബ് ഡിവിഷൻ ഓഫ് K ആണ്. ശരിക്കും K എന്ന് പറയുന്നത് ഒരു സബ് ഗ്രാഫ്. ഇതാണ് K എന്ന് വിചാരിക്കുക. ഇത് E എന്ന് പറയുന്ന എഡ്ജാണ്. കെയിലുള്ള എഡ്ജാണ് ഇത് E. ആൻഡ് P എന്ന് പറയുന്ന പാത്ത് H2 മൈനസ് Eയിലാണ്. ഇത് V, ഇത് U. UV പാത്ത് H2 മൈനസ് Eയിലുള്ള ഒരു UV പാത്ത് ഇത് P. ആൻഡ് നമ്മൾ ചെയ്യുന്നത് K യൂണിയൻ P മൈനസ് E, അതായത് ഇത് K. എന്താ ചെയ്യണേ? ഇത് K, ഇത് E ആൻഡ് ഇത് P. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഈ E എന്ന് പറയുന്ന സിംഗിൾ എഡ്ജിന് പകരം
H2 മൈനസ് ഇയിലുള്ള യു വി പാത്ത് ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഇതൊരു സബ് ഡിവിഷൻ തന്നെയാണ് കെയിൻ്റെ. ഒരു സിംഗിൾ എഡ്ജിന് പകരം ഒരു പാത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു. സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സ്പാൻഷനാണ്. സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിനകത്ത് ഒരു പർട്ടിക്കുലർ എഡ്ജിൻ്റെ ഇടയിൽ ഒരു വെർട്ടെക്സ് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ ആ എഡ്ജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ശരിക്കും സബ് ഡിവിഷൻ. അപ്പോൾ ഇവിടെ ഈ എന്ന് പറയുന്ന എഡ്ജിന് പകരം ഇവിടെ ഒരു പാത്ത് ജോയിൻ ചെയ്തു, പാത്ത് ആഡ് ചെയ്തു. അതാണ് കെ യൂണിയൻ പി മൈനസ് ഇ. അപ്പോൾ ഈ കെ യൂണിയൻ പി മൈനസ് ഇ എന്ന് പറയുന്നത് ശരിക്കും കെൻ്റെ ഒരു സബ് ഡിവിഷനാണ്. ദാറ്റ് ഈസ് ബട്ട് കെ യൂണിയൻ പി മൈനസ് ഇ ഈസ് എ സബ് ഡിവിഷൻ ഓഫ് കെ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു കെ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നത് സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33 ആണ്. K5ൻ്റെയോ K33യുടെയോ സബ് ഡിവിഷനാണ് കെ. കെൻ്റെ സബ് ഡിവിഷനാണ് കെ യൂണിയൻ പി മൈനസ് ഇ. പക്ഷേ കെ യൂണിയൻ പി മൈനസ് ഇ എന്ന് പറയുന്നത് ജിയിലുള്ള ഒരു സബ് ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ജിയിൽ K5ൻ്റെയോ K33യുടെയോ ഒരു സബ് ഡിവിഷൻ ഉണ്ടെന്ന് കിട്ടി. K union P minus E is a subdivision of K which is a subdivision of K33 or K5. ആൻഡ് ഇത് ജിയിലുള്ള ഒരു ഗ്രാഫാണെന്നും കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? ജി കണ്ടെയ്ൻസ് സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33 എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ദാറ്റ് ഈസ് ജി ഈസ് 3 കണക്റ്റഡ്. ജി 3 കണക്റ്റഡ് അല്ല എന്നെടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൈപ്പോത്തസിസിന് ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജി 3 കണക്റ്റഡ് ആണ്. ജി സിമ്പിളാണ്, ജി 3 കണക്റ്റഡ് ആണ്.